ഇതിപ്പോ ആക്ച്വലി കോവിഡ് ടൈമില് ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6-7-8 hours എടുക്കും. എന്നിട്ട് അത് സ്മാഷ് ചെയ്ത് കുറച്ച് മേവ് മിക്സ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ബ്രാൻഡ്സ് ചൂസ് ചെയ്തേക്കണത് നല്ല വാല്യൂ കീപ്പ് ചെയ്യണ ഗുഡ് വില്ലുള്ള ബ്രാൻഡ്സ് ആണ്. ഇതിന് പേര് ഇഷ്ടമുള്ളത് ഇടാം. ആക്ച്വലി ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് ഗോട്ട് പോക്കറ്റ് എന്ന്. Everything is nice, like students are cooperative, cleanliness is okay. നമസ്കാരം, ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫുഡ് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഗോട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അത് നമ്മൾ സെർവ് ചെയ്യുന്നൊരു പോക്കറ്റായിട്ടാണ്. ഒരു പീത്ത ബ്രെഡിൽ കുറച്ച് ഹോം മെയ്ഡ് തൂമും അനിയൻസ് ആയിട്ട് സെർവ് ചെയ്യുന്നു. വരും ഡേയ്സിൽ വേറെ ആനിമൽസും ഇതിൽ ഗ്രില്ല് ചെയ്യുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഒരു നേരത്തെ എവിടത്തെ ക്യുസീനാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരു ഫണ്ണായിട്ട് ഞാൻ പറഞ്ഞത് ഒരു നാച്ചുറൽ ക്യുസീനാണെന്നാണ്. കാരണം എന്ന് വെച്ചത് നമ്മുടെ ഇവിടെ ഉള്ള ലാഡിനെ വെറുതെ സോൾട്ടും ഗാർലിക്കിലും നമ്മൾ ഗ്രില്ല് ചെയ്ത് സെർവ് ചെയ്യണം. അത് നമ്മുടെ ഒരു പുതിയ നമ്മുടെ ഫുഡ്. അതാണ് സംഭവം. ഇല്ല, ജസ്റ്റ് സോൾട്ട്, പെപ്പർ, ഗാർലിക് ആണ്. ഈവൻ എൻ്റെ ബാക്ക് യാർഡിലെ സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്നാണ് ഇതിന്റെ പേര്. ഞാനാണ് സ്റ്റീവ്. അപ്പോ ഗ്രില്ല് ചെയ്യാൻ ഏകദേശം 8-9 hours ലാമ്പിന്, ഈ ഗോട്ടിന് എടുക്കുക. അപ്പോൾ എല്ലാ മീറ്റും നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ, മീറ്റിന്റെ യഥാർത്ഥ ഫ്ലേവർ ബ്രിങ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ പ്രൈമറി ഒബ്ജക്റ്റീവ്. കൊച്ചിയിൽ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അതെ, നമ്മളെല്ലാവരും വളരെയധികം മീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. നമുക്ക് പ്രത്യേകിച്ച് ആ മീറ്റിന്റെ ഫ്ലേവറും, നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് ബീഫ് കഴിക്കാറുണ്ട്. അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക് യാർഡിൽ ഇപ്പോൾ ആക്ച്വലി ഫുൾ ഹൗസാണ്. വെൽ അപ്രീഷിയേറ്റഡ്. അപ്പം 7 ദിവസം ഇവിടെ ഉണ്ടാവും. 7 ദിവസം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇനി കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തോ ഇത് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞാൽ നമ്മുടെ എടപ്പള്ളിയിൽ എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിലാണ് എൻ്റെ ഒരു ബേസ്. അവിടെ നിന്നാണ് എല്ലാം ബാക്ക് പ്രിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഷോസിനൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയും ഇന്ന് ലൈവ്, അവിടെ കുറച്ച് ടേബിൾസ് ഒക്കെ ഉണ്ട്. വീക്ക് ഡേ വരുവാണെങ്കിൽ തിരക്ക് കുറവാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് പേര്, ലൊക്കേഷൻ എന്ന് പറഞ്ഞു. സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്നാണ് ഈ ബാക്ക് യാർഡ് ലൊക്കേഷൻ. എടപ്പള്ളിയിലാണ് വരുന്നത്. ഗൂഗിൾ മാപ്സിലൊക്കെ ലൊക്കേഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഫുഡിന്റെ പേര് ഗോട്ട് ഫില്ലിംഗ്. എന്താ ഇതിന് പേര് ഇഷ്ടമുള്ളത് ഇടാം. ആക്ച്വലി ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് ഗോട്ട് പോക്കറ്റ് എന്ന്. വേറൊരാൾ ഗോട്ട് ബൈറ്റ്സ് എന്ന് സജസ്റ്റ് ചെയ്തു. എന്തെങ്കിലും അതിന് നല്ലൊരു പേരുണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും. സജസ്റ്റ് ചെയ്യാം. അതെ, സജസ്റ്റ് ചെയ്യാം. ഓപ്പൺ ആണ്. ഓക്കെ, പേരെന്താന്ന് പറഞ്ഞത്? എൻ്റെ പേര് സ്റ്റീവ്. സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്നാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എത്ര നാളായി നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ആക്ച്വലി കോവിഡ് ടൈമിൽ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടേബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 6-7 months ആയിട്ടുള്ളൂ. അപ്പോഴാണ് കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഇവൻസും ടേക്ക് അവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഷോസ്, ഇത് പോപ്പപ്സ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ഇതാണ്. സ്പെഷ്യാലിറ്റി സച്ച് ഇല്ല. ഇത് ഞാൻ വളരെ എക്സ്പെരിമെൻ്റലായിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവം. ഗോട്ട് ആക്ച്വലി നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ട്രയൽ ചെയ്ത് ഇന്ന പ്രോപ്പറായിട്ട് മെനുവിൽ വരുന്നത് തന്നെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻസ് ആണ് ഫുള്ളും നടക്കുന്നത് ബാക്ക് യാർഡിലും. പക്ഷേ മെയിൻലി ബ്രിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബീഫ് ബ്രിസ്ക്കറ്റ് ഒക്കെയാണ് അതിൽ ആൾക്കാർ കാണുന്നൊരു ഇത് അവിടെ. ബ്രിസ്ക്കറ്റ് പോലെ തന്നെയാണ്. അല്ല, ബ്രിസ്ക്കറ്റ് സ്മോക്ഡാ, ഒരു ഓഫ്സെറ്റ് സ്മോക്കറിന്റെ ഉള്ളിൽ വെച്ച് സ്മോക്ക് ചെയ്യുന്ന. അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇത് ഓപ്പൺ ഗ്രില്ലിൽ
ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു റോഡ് വന്നിട്ട് അതിലാണ് ഈ മട്ടൺ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രില്ലായത്. ആ ഗ്രില്ല് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ റീഗ്രില്ല് ചെയ്ത് ഫുള്ള് ചെയ്ത് പോക്കറ്റ്സിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആദ്യം ഇട്ടത് ഗോട്ട് മീറ്റ് ആയിരുന്നു, പിന്നെ കുറച്ച് അനിയൻസും. ഇത് ആക്ച്വലി ഗാർലിക്കിൻ്റെ ഒരു തൂം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. ഇത് എൻ്റെ സ്മോക്കറിൽ ഹോൾ പോട്ട്സ് ഗാർലിക് വെച്ചിട്ട് കോൺഫീറ്റ് ചെയ്യും. ഒരു 6-7-8 hours എടുക്കും. എന്നിട്ട് അത് സ്മാഷ് ചെയ്ത് കുറച്ച് മേയും മിക്സ് ചെയ്തൊരു സംഭവമാണ്. എന്ത് പ്രൈസിലാണ് കൊടുക്കുന്നത്? ഇതിവിടെ 350 ഇപ്പോൾ കൊടുക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. നമ്മൾ ആ ഗോട്ടിൻ്റെ മീറ്റും നമ്മളുടെ ആ ഗാർലിക് പേസ്റ്റും കൂടെ ബ്രെഡിൽ എടുത്ത് കഴിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഗ്രില്ലിൽ ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് മറ്റ് മസാലകളൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും കഴിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും സൂപ്പറാണ്, അടിപൊളി. It's very good. Just enjoying the ambience. It's very good now. Going for the concert, just entered. Everything is nice. Like students are cooperative. Cleanliness is okay. Just trying this one. Now trying sandwich and trying some. Coming from Thrissur Medical College. Okay. Yes, it's first time. Okay, thank you. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ പറയുവാനായിട്ട് ഫുഡ് സ്ട്രീറ്റിൻ്റെ ക്യൂരേറ്റർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. FC ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. മുനീൽ എന്നാണ് ഒറിജിനൽ നെയിമർ. ഇൻസ്റ്റാഗ്രാം പേരാണ് FC ബോയ്. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നമ്മളിതെന്ന് വെച്ചാൽ ക്യാമ്പസ് ഗിഗ് ആണല്ലോ. നമ്മൾ പണ്ട് ഞാൻ ക്യൂരേറ്റ് ചെയ്യുന്ന ഗിഗ്സിൽ ഇപ്പോൾ ഗോവയിലായാലും അല്ലെങ്കിൽ പുറത്ത് ഇതിനു മുമ്പ് കൊച്ചിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പോൾ ഓരോ ഫെസ്റ്റിവലിനനുസരിച്ച് നമ്മൾ ക്യൂറേഷൻ മാറും. ഇപ്പോൾ ഇവിടെ എങ്ങനെ പറയുന്നത് ക്യാമ്പസ് ഗിഗാണ്. ഇവിടെ ആൽക്കഹോൾ ഇല്ല. സോ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫുഡ് സെയിൽസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി നന്നായിട്ട്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ബഡ്ജറ്റ് ക്രൗഡും ഉണ്ട്. പിന്നെ അതുകൂടാതെ ക്യാമ്പസ് ഓറിയൻറ്റഡ് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പിള്ളേർക്കുള്ള സാധനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു ഏജ് സെൻട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മെയിൻ അട്രാക്ഷൻ ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുത്തെ ഒരു സ്മോക്ക് മീറ്റ്സ് ആണ്. ഈ സ്മോക്ക് മീറ്റ്സ് ഞാനും ചെയ്യാറുള്ളതാണ്. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അപ്പോൾ കേരള റെപ്രസെൻ്റ് ആണ് പുറത്ത് പോകുമ്പോൾ. അതേപോലെ തന്നെ ഈ ഫെസ്റ്റിവലിലും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ബ്രാൻഡ് ഉണ്ട്, കോട്ടയത്ത് നിന്ന് ബ്രാൻഡ് ഉണ്ട്, പിന്നെ മധുരയിൽ നിന്ന് വന്നിട്ടുണ്ട് ബ്രാൻഡ്, പിന്നെ പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ട്. സോ ലൈക്ക് ഒരു ബാലൻസ് വേണമല്ലോ. സോ ലൈക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു ഫുൾ മീറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് റിഫ്രഷ്മെൻറ്റ്സ് ആയിരിക്കും, ഐസ്ക്രീംസ് ആയിരിക്കും. അപ്പോൾ അതിലും നമ്മൾ ലൈക്ക് ബ്രാൻഡ്സ് ചൂസ് ചെയ്തേക്കണത് നല്ല വാല്യൂ കീപ്പ് ചെയ്യണ ഗുഡ് വില്ലുള്ള ബ്രാൻഡ്സാണ്.